ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു 1.5 കപ്പ് കടല ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ഞാൻ കുക്കറിലോട്ടേക്ക് കടലയും ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ മതിയാവും. നിങ്ങളെ കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങ കൂട്ടിച്ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് നല്ല തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു മീഡിയം സൈസിലുള്ള ചെറിയൊരു സവാള, പിന്നെ ഒരു 3 വറ്റൽ മുളക്, പിന്നെ 2-3 കറിവേപ്പില, പിന്നെ ഇതാ ഒരു പട്ടയുടെ കഷ്ണമാണ് ഇട്ടിട്ടുള്ളത്, ഓപ്ഷണലാണ്. പിന്നെ ഞാൻ പെരുംജീരകമാണ് ചേർത്തിട്ടുള്ളത്. പെരുംജീരകം, വലിയ ജീരകം അതാണ് ചേർത്തിട്ടുള്ളത്. ഇത് വേറെ തന്നെ ഒരു ഫ്ലേവർ തരും കടലക്കറിക്ക്. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങ. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ശ്രദ്ധിക്കണം, തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും, റോസ്റ്റ് ആവില്ല, ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ മീഡിയം തൊട്ട് ലോ ഫ്ലെയിം വരെ വെച്ചിട്ട് തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ചെറിയൊരു റെഡ് കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഒരു 1/2 സ്പൂൺ ടർമറിക് പൗഡർ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടികളൊക്കെ ഇടുമ്പോൾ, മസാലകളൊക്കെ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലോട്ടേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിലൊക്കെ കൂട്ടിച്ചേർക്കാം. അതെ, ഇപ്പം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിരുന്നു. ഒരു 4-5 വിസിൽ അടുപ്പിച്ചിരുന്നു. കടല നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഈ തേങ്ങയുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് കടലയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കറിയിലെ ഒരു ഫ്ലേവറാണുള്ളത്. നമ്മൾ പെരുംജീരകമൊക്കെ ചേർത്തതുകൊണ്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടലക്ക് നമുക്ക് എത്രയാണ് ആവശ്യത്തിന് വെള്ളം വേണ്ടത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഇതുപോലെ തിളപ്പിക്കുക. കറി നല്ലോണം തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിക്കുമ്പോൾ വരെ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും കറിക്ക്. വേണമെങ്കിൽ ഓപ്ഷനിലാണ്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വറുത്തിടാൻ വേണ്ടിയിട്ട് പാനിലോട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടിട്ട്, കറിവേപ്പില തീർന്നു പോയി, ജസ്റ്റ് ഒന്ന് ഇതാക്കി. അപ്പം ഇതിൽ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, പക്ഷേ അത് കുറുകി വരും. എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.